പണിയെടുക്കൽ സീരീസിന്റെ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയെടുത്താണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും തുണി ഒറ്റയടിക്കാണ് ഷെൽഫിൽ നിന്ന് പുറത്തേക്ക് വന്നത് മടക്കി വെക്കാനായിട്ട്. മടക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ തേച്ച് ഒതുക്കി എടുത്ത് വെക്കാന്ന്. ചില തുണികൾ തേക്കാൻ പറ്റുന്നത് ചിലത് തേക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. അങ്ങനെ തേക്കാൻ പറ്റാത്ത തുണികളെന്നുള്ള രീതിയിലേക്ക് ഇല്ല എന്റെ വാർഡ്രോബിൽ. പക്ഷേ ചിലപ്പോൾ ഞാൻ തേച്ച് വരുമ്പോൾ പിന്നെ തുണി കിട്ടിയില്ലാന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസ്ക് എടുക്കാഞ്ഞത്. ഇത്രയും മടക്കി പറക്കി വെച്ചിട്ട് കൂടി ഇത്രയും തുണികളാണ് തേക്കാൻ കിട്ടിയത് കേട്ടോ. ഇങ്ങനെ വിരലിൽ ഓടിക്കുമ്പോൾ തന്നെ എങ്ങനെയാണാവോ വീഡിയോസിലൊക്കെ ട്രാൻസിഷൻ നടക്കുന്നത്? അതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ പെട്ടെന്ന് പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആലോചിച്ച് പോയായിരുന്നു അത്രയും തുണികൾ ഒരുമിച്ച് കണ്ടപ്പോൾ. അങ്ങനെ ഒരുവിധം തുണിയൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. ഒടുക്കത്തെ ചൂടായിരുന്നു. അകത്തും പുറത്ത് നോക്കിയപ്പോ ഒടുക്കത്തെ വെയില്. പണിയെടുത്ത് ക്ഷീണിച്ചോണ്ടാണോന്ന് അറിയില്ല, ഒരു മൊത്തം അങ്ങോട്ട് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ചോറും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത പണി എന്നുള്ള രീതിക്ക് ഞാൻ എന്റെ മിറർ മൊത്തം തുടച്ച് വൃത്തിയാക്കി. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹെയർ പാക്കിലോട്ടാണ് ഞാൻ പോയത്. അതൊന്ന് അരിച്ചെടുക്കണ പരിപാടിയായിരുന്നു. അത്ര എളുപ്പമല്ല ഫ്ലാക്സീഡ് അരിച്ചെടുക്കാനായിട്ട്. സകലമാന ശക്തി മൊത്തം ഞാൻ എടുത്തിട്ടാണ് മൊത്തം അരിച്ചെടുത്തത്. എന്നാൽ കിട്ടിയത് ഇച്ചിരി കിട്ടിയുള്ളൂ കേട്ടോ. ശാരീരികമായി അത്രയും പണിയെടുത്തോണ്ടാണോ എന്നറിയില്ല, ക്ഷീണം വന്നു. അപ്പൊ തന്നെ കിടന്നു കേട്ടോ. ചേരെ കിടക്കാൻ പറ്റുള്ളൂ. നേരെ കുളിച്ച് റെഡിയായി പള്ളിയിൽ പോയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കാർ ഓടിക്കാൻ പഠിച്ചതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഇഷ്ടമാണ്. മെയിനായിട്ട് കാർ ഓടിക്കുക എന്നുള്ള ഇന്റൻഷനിലാണ്. അപ്പോൾ ഒരു പ്രാക്ടീസ് ആവും. പ്രാക്ടീസ് ചെയ്ത് മനസ്സിനൊരു കോൺഫിഡൻസ് ആവുമെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോക്ക് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാന്ന് വെച്ച് പോയതായിരുന്നു. പക്ഷെ അന്ന് നല്ല തിരക്കായിരുന്നു. പെരുന്നാളിന്റെയും ഒപ്പം തന്നെ ഭരണിയുടെ ഒക്കെ ആയിട്ട്. എന്റെ ഷുട്ടു പൊന്നെ, എന്റെ ഷുട്ടർ പൊന്നെ ഉണ്ട്. എടാ പണി ഉണ്ട്, എന്റെ തൊന്നര പണി ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കോളൂ. അതിന്റെ കാര്യം നോക്കി നല്ല രസമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വല്ല പെറ്റ്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോൾ അവരായിട്ട് പോയി ചില്ലടിക്കണം. നല്ല രസമാണ്. അവന്റെ ഒരു കുട്ടാപ്പിന്നാണ് കേട്ടോ. ഞാനിട്ട പേരാണ്, അതുകൊണ്ടാണ് അത്രയും ലോ ലെവലിലോട്ട് പോയത്. പക്ഷെ അവന്റെ മുഖം കണ്ടാൽ നമുക്ക് പറയില്ലല്ലോ ഇത്ര ലോലമായ പേരുള്ള ഒരാളാണെന്ന്. അങ്ങനെ കുട്ടാപ്പിനൊക്കെ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. അതിനുശേഷം എന്റെ സാധാരണ രീതിക്കുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഫോൺ നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം കടന്നു പോയിട്ടോ. ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, ദി എൻഡ് ഓഫ് ദി ഡേ എന്ന് ആലോചിക്കുമ്പോഴത്തേനും എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്തൊരു അനുഭൂതി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അന്നത്തെ ദിവസത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒട്ടും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷെ ഇന്ന് എനിക്കതില്ല കേട്ടോ. യെസ്, സക്സസ്ഫുള്ളി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. കൂടുതൽ ചാലഞ്ചസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ